ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സമയം ഇപ്പൊ വൈകിട്ട് 7 മണി. ഞങ്ങളെല്ലാവരും റെഡിയായി ലുലു പോകാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ മാമൻ കാറുമായിട്ട് എത്തി. 5 പേർക്ക് ഇരിക്കേണ്ട കാറിൽ ഞങ്ങൾ 8 പേര് ഇരുന്നിട്ടാണ് പോണത്. ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ബിരിയാണി ഹൗസിൽ വണ്ടി നിർത്തി. ബിരിയാണി ഹൗസിൽ ബിരിയാണി മാത്രം ഉള്ളെന്ന് പറഞ്ഞ് ഇപ്പൊ കേറിയ പോലെ ഇറങ്ങി വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം വണ്ടിയിൽ കയറി അടുത്ത ഹോട്ടലിലുള്ള തെരച്ചിലാണ് ഇപ്പോ. ദെൻ നമുക്കൊരു ഹോട്ടൽ കിട്ടി. ഈ ഫ്രണ്ടിൽ നടക്കുന്നതാണ് നമ്മുടെ ഗ്യാങ്. ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവൻ ഇവിടെ ജ്യൂസ് നോക്കി ദേഷ്യം വന്നിരിക്കുകയാണ്. ജ്യൂസ് കുടിച്ചാൽ പനി വരും, അതുകൊണ്ട് വാങ്ങിച്ചു തരില്ല എന്ന് മാമനും, അത് കുടിച്ചാലേ ഫുഡ് ഇറങ്ങുള്ളൂ എന്ന് ഇവനും. ഫൈനലി അവന്റെ വാശി തന്നെ ജയിച്ചു. ഫിസ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഇനി അത് കുടിച്ച് കിറങ്ങാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഫുഡ് നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനി പണി തുടങ്ങാം. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഗ്യാങ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഫ്രൈഡ് റൈസിൽ തന്നെ തുടങ്ങി. ഞാൻ ഫ്രൈഡ് റൈസിൽ തുടങ്ങി പൊറോട്ടയും ചിക്കൻ കറിയിൽ നിർത്തി. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നേരെ ലുലുലോട്ട്. എത്തിയത് എനിക്ക് ഉല്ലാസിന് ടോയ്ലറ്റിൽ പോകാൻ മുട്ടി. ഇതെവിടെ പോയാലുള്ള പ്രോബ്ലമാണ്. കൈ വാഷ് ചെയ്ത് ഈ കാറ്റ് വരുന്ന മെഷീനിൽ കൊണ്ടുവച്ചപ്പോൾ ഇവന്റെ കൈ വർക്കാവണില്ല. പിന്നെ അവിടുത്തെ ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തു, എന്നിട്ടും ആവണില്ല. വെള്ളം തന്നെ അല്ലേ, അമ്മന്റെ സാരിയിൽ തുടക്കാന്ന് പറഞ്ഞ് ഞാൻ അവനെയും കൊണ്ട് ഇറങ്ങി. അവിടെ ഇതാ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീയും അപ്പൂപ്പനെയൊക്കെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങളെ മാത്രം നല്ലോണം കിട്ടി. ഇത് ഇവൾക്ക് എപ്പോഴുള്ള പ്രശ്നമാണ്. ഡ്രസ്സൊന്നും എടുക്കില്ലേലും എല്ലാം ഒന്ന് നോക്കണം. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതും ഉല്ലാസ് ഇവിടെ നിന്ന് ഒരു കണ്ണാടി വിട്ട് അവനത് വാങ്ങിച്ചെന്ന് പറഞ്ഞ് നിൽക്കണു. ഇതിനൊപ്പം ഫ്രീ ആണല്ലേ ക്രിസ്മസ് അപ്പൂപ്പന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഇപ്പൊ അയാളുടെ തലയിലാണ് എല്ലാ പ്രഷറും. ഇവിടെ ലിഫ്റ്റിൽ ആരും കയറാത്തോണ്ട് ഞങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടി താഴെ എത്തി നോക്കുമ്പോഴാണ് എന്താ നോക്കണേ, എല്ലാം നിലവിലായിട്ടാ വെച്ചിരിക്കണേ. നമുക്ക് നേരെ വെക്കാം. എന്തായാലും പിന്നെ ഞങ്ങൾ എത്തിയത് പ്രോട്ടീൻ ബാറിന്റെ അടുത്താണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അപ്പൊ അതും ഒന്ന് എടുത്തു. ക്രിസ്മസ് ആയതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒട്ടുമിക്ക ഐറ്റംസ് ഇതിനകത്തുണ്ട്. ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി ഒന്ന് നോക്കി. ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാന്ന് പറഞ്ഞ റേറ്റ് നോക്കിയപ്പോൾ ഇതാ 4799 രൂപ. ഇനി എന്തായാലും വീട്ടിലത്തെ ചെമ്പരത്തി മരത്തിന് തന്നെ ഈ വർഷത്തെയും ക്രിസ്മസ് ഡ്യൂട്ടി. ഇതാ ഈ സെക്ഷൻ എത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേക എനർജിയാണ് ഗൈസ് ഉള്ളില്. ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ബണ്ണ് എന്തിനാ എടുത്തെന്ന് വെച്ചാൽ ബൺമസ്കോ ഉണ്ടാക്കാനായിട്ടാണ്. അതിന്റെ റെസിപ്പി നോക്കിയപ്പോൾ വാനില എസൻസും വേണം, പിന്നെ മിൽക്ക് മെയ്ഡും വേണം. അങ്ങനെ അതും എടുത്തു. അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അച്ഛൻ ഇതാ ഇവിടെ ഒരു കുപ്പിയും എടുത്ത് നിൽക്കണു. അങ്ങനെ ഞങ്ങളിപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലിങ്ങിലെത്തി. നമ്മുടെ ബില്ല് മൊത്തം കഴിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലോട്ട്. വീടെത്തിയതും സമയം 12 മണിയാവാറായി. അപ്പൊ ബൈ ഗൈസ്, അടുത്ത വീഡിയോ വരാം.